ദൈവം നിലത്തിറങ്ങി വന്ന സർജറിയാണ് അവിടുത്തെ. ആ ജീവനോട് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനത്തെ ഒരു സർജറിയാണ്. അതിന് മരുന്നോ ഇതൊന്നുമില്ല. നമ്മളെ ഒരു 41 ദിവസം വ്രതത്തിലിരുത്തിട്ട് ഇരുന്നിട്ട് അവർ പച്ചന അവയവങ്ങൾ മുറിച്ച് മാറ്റുന്ന സർജറി അന്ന് അവിടെ. അവർ കൊണ്ടുപോയിട്ട് ഒരു ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കയ്യും കാലും കെട്ടിയിട്ട് കണ്ണും കെട്ടിയിട്ട് 4-5 പേര് പിടിച്ചിട്ട് നമ്മുടെ അവയവങ്ങൾ എല്ലാവരും പറയുന്നു സർജറി ചെയ്താൽ പെണ്ണായിന്ന്. സർജറി ചെയ്താൽ എങ്ങനെ പെണ്ണാകും? എല്ലാവരും പറയുന്നുണ്ട് സർജറി കഴിഞ്ഞു, ബ്രസ്റ്റ് വെച്ചു, എല്ലാം കഴിഞ്ഞു, ഞാൻ പെണ്ണായിന്ന്. അതെങ്ങനെയാണ്? ഇവർ ഈ രാത്രി നിന്ന് റോട്ടിൽ നിന്നിട്ട് കാശുണ്ടാക്കിയിട്ടാണ് ഇവർ, ആരും സഹായിക്കാതെയാണ് ഇവർ ഈ സർജറിക്ക് പോണത്. ഒരു അരുണ്യെന്ന് പറഞ്ഞൊരു കുട്ടി, അവളെ ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ടത് ഞാനാണ്, കൊല്ലത്ത് വിളക്കെടുക്കാൻ വേണ്ടിയിട്ട്. അവൾ എത്ര 20 ലക്ഷം അങ്ങാണ്ട് മുടത്തിക്കിട്ടാണ് അവൾ ഓപ്പറേഷൻ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്തത്. അവൾ ആത്മഹത്യ ചെയ്തത്. ഈ സർജറി ചെയ്ത ആൾക്കാർ, ഈ ചെറിയ പിള്ളേർ ഈ സർജറി ചെയ്തിട്ട് എത്ര പേര് ആത്മഹത്യ ചെയ്തു? എന്തുകൊണ്ട്? സൈക്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് കഞ്ഞി കുടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഞാൻ ജീവിച്ചത്. എന്നിട്ട് ഞാൻ ഇന്ന് വരെയായിട്ട് ഒരു സെക്സ് പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. എന്നാലും ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ തുച്ഛമായ വരുമാനത്തിലാണ് ജീവിക്കുന്നത്. ഞാനവിടെ വേറെ കളക്ടർ ജോലിയൊന്നും അല്ല, പാത്രം കഴുകാനേ പോണേ. എല്ലാവരും തിന്നതിൻ്റെ എച്ചിപ്പാത്രം കഴുകിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതെനിക്ക് അന്തസ്സായിട്ട് പറയാം, ഒരു ആളുടെ മുമ്പിൽ അന്തസ്സായിട്ട് എനിക്ക് പറയാം. ഇന്ന് ഞാൻ പറയുന്നു, ഇവർ സെക്സ് വർക്ക് നിൽക്കുന്നത് ശരിയാണ്. ഇവർ ഈ രാത്രി ഇന്ന് സെക്സ് വർക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു മാന്യൻ പകല് കണ്ടാൽ അവർ നോക്കുവോ? പകല് കണ്ടാൽ നോക്കുവോ? പട്ടീനെ ആട്ടും പോലെ ആട്ടില്ലേ അവര്. നമ്മൾ സെക്സ് ചെയ്യില്ല എന്നല്ല പറഞ്ഞത്. സെക്സ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരു മറവ് വേണം. ഇവിടെ വന്നു എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ചെക്കന്മാരായിട്ട് വൃത്തായി, ഓട്ടായി, ചാട്ടായി കഴിഞ്ഞപ്പോഴത്തെ അവിടുത്തെ സാറ് തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ വേണ്ട. അല്ലെങ്കിൽ ഞാനിവിടെ ജോലിക്ക് ആരെങ്കിലും ഇപ്പം ആളില്ലാതെ വന്നിട്ട് ഞാൻ വിളിച്ച് കയറ്റിയേനെ. ഞങ്ങളെ 23 പേരെയാണ് അന്ന് ട്രെയിനിങ്ങിന് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവർ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോൾ എന്നെ ജോലിക്ക് എടുത്തില്ല. ഈ ഞങ്ങൾ 2 പേരും മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും ജോലിക്ക് എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് എന്നിട്ട് എന്നോട് ജോലിക്ക് കയറാൻ പറഞ്ഞു. അവർ ജോലി തന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അമ്പലൂർ താമസിക്കുന്നത്. എനിക്ക് ആലുവ എങ്ങാറ്റം തന്നത്. ആലുവയ്ക്ക് 2 ബസ് കയറി പോകണം. 8 മണിക്ക് നമ്മളെങ്ങനെ അവിടെ ഡ്യൂട്ടിക്ക് കയറും? നമ്മൾ അന്തസ്സായിട്ട് ഒരു പണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിൽ നിന്ന് വർത്താനം പറയാം? ഒരു എന്തെങ്കിലും തൊഴിൽ റോട്ടിൽ ഈ 8 മണി മുതൽ നേരം വെളുക്കുന്ന വരെ നിന്നാൽ ചിലപ്പോൾ കിട്ടുന്നത് തുച്ഛമായ വരുമാനമായിരിക്കും അവർക്ക് കിട്ടുന്നത്. അതിങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് അവർ ഈ സർജറി ചെയ്തത്. ആ സർജറി ചെയ്തിട്ട് ഇത്രയും കാശ് മുടക്കി ഇവർ ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് ഇവർ ആത്മഹത്യ ചെയ്യുന്നു? ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ട്രാൻസ്ജെൻഡർ ആയ ശാന്തി ചേച്ചിയാണ്. ലെറ്റ്സ് വെൽക്കം ശാന്തി ചേച്ചി. ഹലോ ചേച്ചി, പറഞ്ഞോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം അങ്ങനെ പോകുന്നു, അത് തന്നെ വിശേഷം. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ചേച്ചി ട്രാൻസ്ജെൻഡർ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു വ്യക്തിയായി മാറിയത് ചേച്ചി? ഇത് ഞാൻ മാറിയെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു 10 വയസ്സായപ്പോഴാണ് ഞാനിങ്ങനെ, എൻ്റെ ചേച്ചിയുടെ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ചേച്ചിയുടെ കൂടെയായിരുന്നു. അപ്പം ചേച്ചിയുടെ കൂടെ ആയെന്ന് മുതലേ ഞാനിങ്ങനെ തന്നെ ഒരു 10 വയസ്സായപ്പോൾ തുടങ്ങിയതാണ്. 10 വയസ്സായപ്പോൾ ഞാനിങ്ങനെ മാറി. പിന്നെ ഞാൻ കലാരംഗത്തായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ കാലത്തെന്ന് വെച്ചാൽ അന്നത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ അന്ന് കലാരംഗത്തേക്ക് പോയതാണ്. കലാരംഗം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നും ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്ന് തന്നെ ആർക്കും അറിയാത്ത ഒരു പരിപാടിയായിരുന്നു. സൈക്കിൾ എന്ന് പറയും. അതിലാണ് ഞാൻ ആദ്യമായിട്ട് പരിപാടിക്ക് പോയത്. അപ്പം അതിൽ ചെന്നപ്പോഴും സ്ത്രീവേഷം തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പിന്നെ അങ്ങോട്ട് സ്ത്രീ ആയതാണ്. അല്ല, എങ്ങനെ സ്ത്രീവേഷം ആരെങ്കിലും കെട്ടാൻ പറഞ്ഞ് നിർബന്ധിച്ചില്ല? ഇല്ല, എൻ്റെ മനസ്സായിരുന്നത്. അങ്ങനെ ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞില്ല, ഒരു 10 വയസ്സ് മുതൽ എൻ്റെ മനസ്സായിരുന്നത്. എനിക്ക് പെണ്ണുങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയുടെ കൂടെയായിരുന്നു എൻ്റെ ജീവിതം മുഴുക്കെ. അപ്പോൾ അത് കാരണം ചേച്ചിയുടെ പുറകെ നടന്ന് എനിക്ക് അങ്ങനെ ആ ശൈലി അങ്ങോട്ടായി. പിന്നെ ഞാൻ പെണ്ണായിട്ട് ജീവിക്കാൻ തന്നെയാണ് ഞാൻ താല്പര്യം. 10 വയസ്സിൽ അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം? അതെന്താന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല അതെന്താണെന്ന്. എന്താന്ന് വെച്ചാൽ ഞാൻ ചേച്ചിയുടെ കൂടെ ആയിരുന്നല്ലോ. ഞമ്മാര് 2 ചേട്ടന്മാരുണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായാലും അവരോടൊന്നും എനിക്ക് അങ്ങനെ അത്ര അടുപ്പമില്ലായിരുന്നു. സംസാരിക്കുമെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. മറ്റേന്ന് വെച്ചാൽ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പിറന്നതാണെങ്കിൽ ഞങ്ങളൊരു ഏടത്തി അനിയത്തി പോലെ ആയിരുന്നു അന്ന്. അമ്മയുള്ള അവസരത്തിലാണെങ്കിൽ അമ്മയും ഞാനും ചേച്ചിയും ഒരേ രീതിയിൽ എന്നുള്ള ഇതായിരുന്നു. പിന്നെ 10 വയസ്സായപ്പോൾ 10 വയസ്സ് ഞാൻ
3 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. 3-ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പഠിപ്പൊന്നുമില്ല നമുക്കതിന്. അപ്പോൾ 3 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ നാട്ടിലേക്കൊരു പരിപാടി വന്നത്. പ്രോഗ്രാം വന്നു. ഇങ്ങനെ സൈക്കിൾ പരിപാടി എന്ന് പറഞ്ഞിട്ട്. അന്ന് അധികവും ആണുങ്ങൾ വേഷം കെട്ടും. ഇന്നത്തെ കൂട്ട് സ്ത്രീകളൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പം അന്ന് ഇത് വന്നപ്പോഴത്തേക്കും ഞാനന്ന് ചെറുപ്പമാണെങ്കിലും എന്നെ കാണാനൊക്കെ ഒരു കൊച്ചല്ലേ. അപ്പോൾ അത് കാരണം അവർ ചോദിച്ചു, ഇങ്ങനെ ഞാനിങ്ങനെ ചേച്ചിയുടെ കൂട്ടത്തിലുള്ള പരിപാടി കാണാൻ പോയപ്പം അവർ ചോദിച്ചു, ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയി. അവരെന്നോട് ചോദിച്ചു, പ്രോഗ്രാമിന് വന്നവർ എന്നോട് ചോദിച്ചു, ഇതിന് വരാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല. വീട്ടുകാരോടൊന്നും പറയാതെയാണ് പോയത്. ഞാൻ തന്നെ പോയി. അന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇതുപോലെ പത്രമോ ടിവിയോ റേഡിയോ ഒന്നും അന്നൊന്നും ഇല്ലല്ലോ. ഒരു പരസ്യം ചെയ്യാനൊന്നും അന്നില്ല. എനിക്കിപ്പോൾ 19 വയസ്സായില്ലേ. അപ്പോൾ അതിന് മുമ്പുള്ള 10 വയസ്സിലുള്ള കാര്യം ഈ പറയുന്നത്. അപ്പോൾ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയി കഴിഞ്ഞൊരു 5 വർഷം അവരുടെ കൂടെ പ്രോഗ്രാമിന് പോയി. പിന്നെ എനിക്ക് നാടേതാ വീടേതാന്ന് 15 വയസ്സ് വരെ. 15 വയസ്സ് അവരുടെ കൂടെയായിരുന്നു. അത് പിന്നെ എനിക്ക് നാടൊന്നും അറിയാൻ മേലാതെ ആയിപ്പോയി. എന്നാൽ ജനങ്ങളെ കണ്ട് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിന് 10 ദിവസമാണ് ഒരു സ്ഥലത്ത് പ്രോഗ്രാം ചെയ്യുന്നത്. ആ 10 ദിവസം കഴിഞ്ഞാൽ അവർ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് അവർ പറഞ്ഞയക്കാറില്ല. വീട്ടിൽ പോകാറുമില്ല. ഞാൻ അവരോട് അന്വേഷിക്കാന്ന് വെച്ചാൽ അന്ന് അങ്ങനെ അന്വേഷണമൊന്നും ഇല്ലല്ലോ. എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചായിരുന്നു. അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മയും ഒന്നും അത്ര വലിയ അന്നൊന്നും ഇതില്ലല്ലോ. നമ്മൾ ഇന്നത്തെ കൂട്ട് നിന്നപ്പോൾ നമ്മൾ എവിടെ പോയാലും കണ്ടുപിടിക്കാം. പക്ഷെ അന്ന് അതൊന്നും ഇല്ലല്ലോ. അത് തന്നെയല്ലേ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പോയി എവിടെയൊക്കെയാണ് പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. തമിഴ്നാട്ടിൽ പോയി, ബോംബെ പോയി, അങ്ങനെ നടന്ന് ഒരു 5 വർഷം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പ്രോഗ്രാമിന് കേരളത്തിൽ മാത്രമല്ല പുറത്തും പോയിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്ടിലാണ് എന്നെ ദത്തെടുത്തിരിക്കുന്നത്. തമിഴ്നാടാണ്. ഞാൻ ദത്തെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഒരു അമ്മമാരുണ്ട് അവിടെ. അത് ഇതിവിടെ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ പോയിട്ടാണ് ഞാൻ അധികം ഇത് പെണ്ണായിട്ട് നിന്നായിട്ടുള്ളത്. കോയമ്പത്തൂർ പോയിട്ടാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറയും ശേല എന്ന് പറയും. അതിന് പറയണതാണ് ദത്തെടുക്കണേന് അവിടെ പറയണതാണ് ശേല. പിന്നെ ആളുടെ ശേലയാന്ന് പറഞ്ഞ സെൽവി എന്ന് പറഞ്ഞ അമ്മയാണ് എൻ്റെ അമ്മയായിട്ട് ദത്തെടുത്തിരിക്കുന്നത്. അപ്പം അത് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് അന്ന് നമ്മുടെ ഈ ഇന്നത്തെ കൂട്ട് എറണാകുളത്തോ അല്ലെങ്കിൽ ഇവിടെയൊന്നും ഈ ഓപ്പറേഷനൊന്നും ഇല്ലല്ലോ. സർജറി ഒന്നുമില്ല അന്ന് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിലത്തിറങ്ങി വന്ന സർജറിയാണ് അവിടുത്തെ. അങ്ങനത്തെ സർജറിയാണ്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു 41 ദിവസം വ്രതത്തിലിരുത്തിട്ട് അവർ പച്ചന അവയവങ്ങൾ മുറിച്ച് മാറ്റുന്ന സർജറി അന്ന് അവിടെ. ആ ജീവനോട് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനത്തെ ഒരു സർജറിയാണ്. അതിന് മരുന്നോ ഇതൊന്നുമില്ല. നമ്മളൊരു 41 ദിവസം വ്രതം ഇരുത്തി കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോയിട്ട് ഒരു ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കയ്യും കാലും കെട്ടിയിട്ട് കണ്ണും കെട്ടിയിട്ട് 4-5 പേര് പിടിച്ചിട്ട് നമ്മുടെ അവയവങ്ങൾ, അപ്പോൾ 10 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവയവങ്ങൾ അത്രയല്ലേ ഉള്ളൂ. സർജറി ചെയ്തത് ഞാൻ സർജറിയിലേക്കൊന്നും പോയിട്ടില്ല. അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്നത് ഞാൻ അവിടുന്ന്. അത് കണ്ടിട്ട് ഓടി. ഞാനൊന്നും ചെയ്തിട്ടില്ല. നമ്മളെന്തെങ്കിലും കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നു സർജറി ചെയ്താൽ പെണ്ണായിന്ന്. സർജറി ചെയ്താൽ എങ്ങനെ പെണ്ണാകും? എൻ്റെ ഈ ഒരു ചോദ്യം ഇപ്പോഴും അന്നും ഇന്നും ഞാൻ ചോദിക്കുന്ന. സർജറി നമുക്കൊരു അവയവം എടുത്ത് മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെണ്ണാകുമോ? നമുക്കിപ്പോൾ ഒരു ക്യാൻസർ വന്നു, ആ സ്ഥലം മുറിച്ച് കളഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസർ അല്ലാതെ മാറുമോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ പിന്നെ നമ്മുടെ അവയവങ്ങൾ അത് സർജറി ചെയ്തു, നമ്മൾ ഇതെല്ലാം എടുത്ത് മാറ്റി ബ്രസ്റ്റ് വെച്ചു, ഇതെല്ലാം ചെയ്തെന്ന് വെച്ചാൽ പെണ്ണാകുന്ന വെച്ചാൽ പെണ്ണിന് ദൈവം കൊടുത്തൊരു വരവുണ്ട്. അത് സാധിച്ചാൽ അത് പൂർണ്ണമായാൽ ഒരു പെണ്ണാകുള്ളൂ അല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഞാൻ സർജറി ചെയ്തു എന്ന് വെച്ചോ ബ്രസ്റ്റ് വെച്ചെന്ന് വെച്ചോ ഞാൻ ഒരിക്കലും പെണ്ണാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതെങ്ങനെ മനസ്സുകൊണ്ടാണ് ഞാൻ പെണ്ണ്. ഞാൻ ഇപ്പോഴും പറയണം ഞാൻ മനസ്സുകൊണ്ട് പെണ്ണാണ്. ഞാൻ മനസ്സുകൊണ്ട് പെണ്ണായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട് സർജറി കഴിഞ്ഞ് ബ്രസ്റ്റ് വെച്ചു എല്ലാം കഴിഞ്ഞു ഞാൻ പെണ്ണായിന്ന്. എങ്ങനെ പെണ്ണാകും? പെണ്ണായി കഴിഞ്ഞാൽ ഇപ്പം പെണ്ണുങ്ങളെല്ലാവരും പ്രസവിക്കുമൊന്നുമില്ല. ഇല്ല, ശരിയാണ്. പക്ഷെ പെണ്ണായി കഴിഞ്ഞാൽ പെണ്ണ് ദൈവം കൊടുത്താണ് വരം എന്താണ്? പ്രസവവും, പിന്നെ അവർ മെൻസസ് ആകണം. ഇതൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് കൊടുത്താണ് ദൈവം കൊടുത്താണ് വരം. അതൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ. പിന്നെ നമ്മളെങ്ങനെ പെണ്ണാകുന്നു?
എൻ്റെ ചോദ്യം അത് മാത്രമേ ഉള്ളൂ. ഞാൻ സർജറി ചെയ്തവരെ കുറ്റം പറയല്ല. ഉം. ആ സർജറി ചെയ്തവരെ ഒരിക്കലും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. അത് അവരവരുടെ ഇഷ്ടമാണ് സർജറി ചെയ്യുന്നത്. ചെയ്യുന്നു. ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അവരവരുടെ ഇഷ്ടമാണ്. ഉം. പക്ഷേ ഈ സർജറി ചെയ്ത ആൾക്കാര്, ഈ ചെറിയ പിള്ളേര് ഈ സർജറി ചെയ്തിട്ട് എത്ര പേര് ആത്മഹത്യ ചെയ്തു? അതെ. എന്തുകൊണ്ട്? ഈ സ്ട്രഗിൾസ് ലക്ഷങ്ങൾ കാരണം. മുടക്കി ഇവര് ഈ രാത്രി നിന്ന് റോട്ടിൽ നിന്നിട്ട് കാശുണ്ടാക്കിയിട്ടാണ് ഇവര്, ആരും സഹായിക്കാതെയാണ് ഇവര് ഈ സർജറിക്ക് പോണത്. ഈ റോട്ടില് ഈ 8 മണി മുതല് നേരം വെളുക്കുന്ന വരെ നിന്നാ ചിലപ്പോ കിട്ടുന്നത് തുച്ഛമായ വരുമാനമായിരിക്കും അവർക്ക് കിട്ടുന്നത്. അതിങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് അവര് ഈ സർജറി ചെയ്യുന്നത്. ഉം. ആ സർജറി ചെയ്തിട്ട് ഇത്രയും കാശ് മുടക്കി ഇവര് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് ഇവര് ആത്മഹത്യ ചെയ്യുന്നു? എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? വേദന, സർജറിയുടെ ആ, വേദനകൾ അതാ അതാ പറയണത്. പിന്നെന്ത്? നമ്മുടെ മനസ്സെന്താണ്? നമ്മുടെ മനസ്സെന്താണ്? നമ്മളെങ്ങനെ ജീവിക്കാനാ ആഗ്രഹിക്കുന്നത്? ആരെ പേടിക്കുന്നു? ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്കെല്ലാവർക്കും ആധാർ കാർഡ്, ഐഡി കാർഡ് എല്ലാ കാർഡുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാനും എവിടെ വേണമെങ്കിലും സംസാരിക്കാനുള്ള ഇതുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് ഇവരെന്തിനാ ആത്മഹത്യ? ആരോ ഒരു അരണ്യ എന്ന് പറഞ്ഞൊരു കുട്ടി. അവളെ ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ടത് ഞാനാണ്. കൊല്ലത്ത് വിളക്കെടുക്കാൻ വേണ്ടിയിട്ട്. ഉം. അവൾ എത്ര 20 ലക്ഷം എങ്ങാണ്ട് മുടക്കിയിട്ടാണ് അവൾ ഓപ്പറേഷൻ ചെയ്തത്. ഓരോ കാര്യങ്ങളും ചെയ്തത്. അവൾ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തു? എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? സർജറിയുടെ വേദനകളും എല്ലാം അവൾക്ക് കാരണമായിരിക്കാം. യൂറിൻ പാസ് ചെയ്യാൻ പറ്റാതെയായി. പിന്നെ അവൾക്ക് ഭയങ്കര പല പല ബുദ്ധിമുട്ടുകളുണ്ടായി. അതുകൊണ്ട് പിന്നെ അവൾ ഡോക്ടറെ സമീപിച്ചപ്പോൾ അവർ അതിനെ പറ്റിയിട്ട് യാതൊന്നും പറഞ്ഞില്ല. ഉം. ഇത്രയും കാശ് മേടിച്ചെടുത്തിട്ട് അവളുടെ സർജറി കഴിച്ചിട്ട് അവരത് നോക്കണ്ടേ? അവൾക്കെന്താ പ്രശ്നമുള്ളതെന്ന് അവർ അതെ. നോക്കണ്ടേ? നോക്കണം. അത് നോക്കാതെ വന്നപ്പോൾ അവൾക്ക് ആ വേദന സഹിക്കാതെ ആയിരിക്കും അവൾ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്നത് എന്താണ്? ഈ ഓരോരുത്തരും ചെയ്യുന്നത്. ശരീരം കൊണ്ട് അങ്ങനെ സർജറി ചെയ്താലേ അവർക്ക് പെണ്ണായി പെണ്ണാകും. ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ പേരും ഇതേപോലെ ആയിക്കോട്ടെ, ചെയ്യുന്നത്. ആയിക്കോട്ടെ. പിന്നെ എന്തിന് ഇവര് ആത്മഹത്യ ചെയ്യുന്നു? പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു? ഒട്ടും പ്രതീക്ഷ കാണില്ല ഇത്ര ആ, വേദനകൾ അത് അപ്പൊ ഉണ്ടാവുന്നു. അതൊക്കെ ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് ഞാൻ മെട്രോയുടെ ട്രെയിനിങ്ങിന് പോയായിരുന്നു. മെട്രോയുടെ ട്രെയിനിങ്ങിന് പോയപ്പോൾ അന്ന് സർജറി കഴിഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു അവിടെ. പേരൊന്നും ഞാൻ പറയുന്നില്ല. വ്യക്തി ഉണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താണ് ഏതാന്ന്? അപ്പോൾ അവർ എന്നോട് ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് എന്തിനാ അതെന്താ? ഇതൊക്കെ അറിയണത്? നിങ്ങൾ എന്താ എന്താ കാര്യം? അതാണ് ഇതാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഏ? ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നമ്മളൊരു സർജറി ചെയ്ത ഒരാളാണെങ്കിൽ വേറൊരാൾ നമ്മുടെ രംഗത്തേക്ക് വരുമ്പോൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതെ, അതെ. അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ വേദനകളും അതിന് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. എന്നിട്ട് അവർ ചെയ്യണേ ചെയ്തോട്ടെ. ഉം. ഞാൻ അതിലൊന്നും ചേച്ചി യോജിക്കുന്നില്ല. അതില് വിശ്വസിക്കുന്നില്ല. ഞാൻ സർജറി ചെയ്ത പെണ്ണാവുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്താ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ, കണ്ടമാനം ബുദ്ധിമുട്ടുകളുണ്ടായ സാഹചര്യത്തിൽ ജീവിച്ചു വന്നതാണ് ഞാൻ. സൈക്കിളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് കഞ്ഞി കുടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഞാൻ ജീവിച്ചത്. ഉം. എന്നിട്ട് ഞാൻ ഇന്ന് വരെയായിട്ട് ഒരു സെക്സ് പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ നോക്കൂ, 10, 20 വയസ്സായ കുട്ടികൾ ഈ സർജറിയും കഴിഞ്ഞിട്ട് ഇത് നിൽക്കണം. അവരുടെ ഭാവി എന്താകുമെന്ന് അവർ ആലോചിക്കുന്നുണ്ടോ? ഈ അവ- ഏ? ട്രാൻസ്ജെൻഡേഴ്സ് അധികം ഇപ്പൊ സെക്സ് വർക്ക് എന്ന് പറയുന്ന പരിപാടിക്കാണ് എല്ലാരും കൂടുതൽ പേരും പോകുന്നത്. അതെ. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചേച്ചി എന്തുകൊണ്ടാ? വിചാരിക്കുന്നു? അത് അവരാലോചിക്കണം. ഏ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ, നമ്മൾ മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇപ്പം എല്ലാവരും പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇനി ഇവർക്കൊരു ജോലി ആരും കൊടുക്കത്തില്ല. ഉം. ഇവരിങ്ങനെ കണ്ടുപോയി. ഇവർ സെക്സ് വർക്കർ ആയെന്ന് കണ്ടുപോയി. അത് മാറ്റി കുറിക്കാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? ഇപ്പം മന്ത്രി തന്നെ എയർപോർട്ടിൽ എന്തോ ജോലിക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡറെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഉം. ഒരൊറ്റ എണ്ണം പോയി അതിൽ ചേർന്നില്ലല്ലോ. ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പോയില്ല. ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനാരും പോയില്ല. എന്തുകൊണ്ട് പോയില്ല? ഇവരൊക്കെ കുഞ്ഞു പിള്ളേരല്ലേ. അതെ, കുഞ്ഞു മക്കളല്ലേ. 20, 25 വയസ്സുള്ള അതെ, അതെ. പിള്ളേരാണ് നിൽക്കുന്നതെന്ന് നോക്കണം. അവരുടെ ഭാവി എന്താണെന്ന് അവരാലോചിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഈ സൗന്ദര്യമുണ്ട്. നമ്മുടെ പ്രായം കൊണ്ട് നമ്മൾ എന്തും ചെയ്യാം, എന്തും നേടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു പ്രായം വരുന്ന കാലമുണ്ട്. ആ സമയത്ത് ഈ ആൾക്കാരാരും നോക്കത്തില്ല. ഉം. നോക്കുവോ? ഇല്ല, ഇല്ല. ഇന്ന് ഞാൻ പറയുന്നു, ഇവർ സെക്സ് വർക്ക് നിൽക്കുന്നത് ശരിയാണ്. ഇവർ ഈ രാത്രി നിന്ന് സെക്സ് വർക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു മാന്യൻ പകല് കണ്ടാൽ അവർ നോക്കുവോ? ഇല്ല, പകല് കണ്ടാൽ നോക്കുവോ? ഇല്ല. പട്ടീനെ ആട്ടും പോലെ ആട്ടില്ലേ അവര്? ആട്ടും. ഏഹ് രാത്രിയിൽ എന്തൊക്കെയാ അവർ വന്ന് പറയണ? പൊന്നാണ്, കരളാണ്, തേനാണ്, മറ്റാണ്. അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ആണുങ്ങൾ വന്ന് ഓരോ വാക്കുകൾ പറയുന്നത്. അതെ, അതെ. ഇവര് കാശിന് വേണ്ടിയിട്ടുമാണ് നിൽക്കുന്നത്. ശരി, വേറെ തൊഴിലില്ല, ഇവർക്ക് വേറെ തൊഴിലില്ല. എന്തുകൊണ്ട് തൊഴിലില്ല? ഞാനിപ്പം നിൽക്കുന്നത്, ഞാൻ എങ്ങനെ ആയിക്കോട്ടെ, ഞാൻ കലാരംഗത്ത് നിന്ന് അവിടുന്ന് പോന്നതാണ് ഞാൻ. ഉം.
എന്നാലും ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ തുച്ഛമായ വരുമാനത്തിലാണ് ജീവിക്കുന്നത്. ഞാനവിടെ വേറെ കളക്ടർ ജോലിയൊന്നും അല്ല. പാത്രം കഴുകാനാ പോണേ. വല്ലവരും തിന്നതിൻ്റെ എച്ചിപ്പാത്രം കഴുകിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതെനിക്ക് അന്തസ്സായിട്ട് പറയാം. ഒരു ആളുടെ മുമ്പിൽ അന്തസ്സായിട്ട് എനിക്ക് പറയാം. ജോലി ചെയ്ത് ജോലി ജീവിക്കുന്നു. ചെയ്ത് ജീവിക്കുന്നത്. ഈ എറണാകുളം ജില്ലയിൽ ഞാൻ പറയും, ഈ എറണാകുളം ജില്ല എല്ലാവരും അവകാശപ്പെടുന്നത് ഞാനാണ് ആദ്യം ഉണ്ടായത്, ഞാനാണ്. പക്ഷേ എറണാകുളം ജില്ലയിൽ ആദ്യം ഉണ്ടായിട്ട് ഞാനാണ്. ഉം. ഞാൻ 10 വയസ്സിൽ കലാരംഗത്ത് ഇറങ്ങി ഇവിടെയൊക്കെ വന്ന് ഇവിടെ ഈ സംഘടനയുണ്ട്. ഈ 14 ജില്ലയിലും സംഘടനയുണ്ട്. ഇല്ലേ? ഉണ്ട് ഉണ്ട്. ഈ എറണാകുളം ജില്ലയിൽ സംഘടന ഉണ്ടായിട്ട് എന്ത് കാര്യമുണ്ടായി? എന്ത് കാര്യമുണ്ടായി? ഈ ഞാൻ നിസ്സാരമായിട്ട് പറയാം. ഈ കഴിഞ്ഞ ഓണത്തിന് ഈ 13 ജില്ലക്കാരും അതിന് വേണ്ടിയിട്ടുള്ള കിറ്റുകളും അതിനുള്ള ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തു. ഒരു നേരത്തെ ഭക്ഷണം വരെ അവർ കൊടുത്തു. കൊടുത്തില്ല എന്ന് പറയുന്നില്ല. കൊടുത്തില്ല. പക്ഷെ നമ്മുടെ എറണാകുളം ജില്ല എന്ത് ചെയ്തു? എറണാകുളം ജില്ലക്കാർക്ക് എന്ത് കൊടുത്തു? ഒരു സാധനം കൊടുത്തിട്ടില്ല. അവരവര് ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഇതിന് കൊണ്ട് നടക്കാൻ കാര്യമുള്ള ആൾക്കാരെ ഏൽപ്പിക്കണം. അവര് കൂടുമ്പോൾ ഇവരെന്താന്ന് വെച്ചാൽ ഇവർ ഈ സെക്സ് വർക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ഇവർ സഹായം ചെയ്യുന്നത്. അല്ലാതെ ജീവിക്കുന്ന എത്ര പാവങ്ങളുണ്ട്? സെക്സ് വർക്കേഴ്സിനും അതിനു വേണ്ടിയുള്ള ആ? ഇത് കിട്ടുന്നില്ല എന്നാണ് അവരും പറയുന്നത്. എന്തുകൊണ്ട്? ഇതിക്ക് മുമ്പ് ഇരുന്ന ആൾക്കാർ അങ്ങനെയല്ലായിരുന്നല്ലോ. ഇതിക്ക് മുമ്പ് ഈ എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അങ്ങനെയല്ലായിരുന്നു. അന്ന് അവർക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഓഫീസിൽ മാസം മാസം പോയി അവിടെ അവിടെ കൂടാറുണ്ട്. ഓണപരിപാടികൾ പങ്കെടുക്കാറുണ്ട്. കിറ്റുകൾ കൊടുക്കാറുണ്ട്. സദ്യ നടത്താറുണ്ട്. ഇപ്പം ഈ 2, 3 കൊല്ലമായിട്ട് കയറി ഭരണിക്കുന്നവർ എന്തുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല? അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി. അതെ. അതല്ല. ഇപ്പം എൻ്റെ കാര്യമല്ല. എന്നെപ്പോലെ തന്നെ ഒരു കഴിവില്ലാത്ത എത്രയോ പാവങ്ങൾ കിടപ്പുണ്ട്. പ്രായമായവർ ഇരിപ്പുണ്ട്. എനിക്ക് പ്രായമായെങ്കിലും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അതും പോലും ചെയ്യാൻ മേലാത്ത അത്രയും നമ്മളെ കൂട്ടുള്ള ആൾക്കാർ പുറത്ത് പറയാൻ പറ്റാതെ ജീവിക്കുന്നുണ്ടെന്നറിയാമോ? ഇപ്പം ഈ തൃശ്ശൂർ ജില്ലയാണെങ്കിലും നോക്ക്. തൃശ്ശൂർ ജില്ലയിൽ എൻ്റെ ഒരു മോള് താമസിക്കുന്നുണ്ട്. അവൾക്ക് 3 കിറ്റ് കിട്ടി. ഓണപ്പുടവ കിട്ടി. അവിടെ തൃശ്ശൂരുള്ളവർ കൊടുത്ത്. അതുപോലെ ഈ 13 ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ എറണാകുളം ജില്ല മാത്രമാണ് ഈ ഒരു ഇത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ പറ്റത്. അവർ സെക്സ് വർക്കിന് നിൽക്കുന്ന ആൾക്കാർ മാത്രമാണ് അവർ അംഗീകരിക്കുന്നുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ഇത് ഓണത്തിന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ മാരിവിൽ എന്നും പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് വൈറ്റിലയിൽ. അവരെന്നെ ക്ഷണിച്ചായിരുന്നു. പരിപാടി കൊണ്ട് വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചായിരുന്നു. ഓണപരിപാടി കൊണ്ട് വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു. എന്നിട്ട് അവരെന്താ ചെയ്തേ? നമ്മളവിടെ ചെന്നിട്ട് ഇവരാരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അവരെല്ലാവരും വലിയ പെണ്ണായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളങ്ങനെയല്ലല്ലോ. നമ്മൾ സാധാരണ കൂലിപ്പണിയൊക്കെ. എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ഇപ്പം നിങ്ങളും കൂടെ കയറി വരുമ്പോൾ ഞാൻ എന്താ പറയുക? കയറി വരൂ എന്നല്ലേ പറഞ്ഞു. അതെങ്കിലും പറയാനൊരു മര്യാദ വേണ്ടേ? പിന്നെ ഞാൻ അവരുടെ ഭക്ഷണം കഴിക്കും. നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ ട്രാൻസ്ജെൻഡർ തന്നെയാണ്. അവർ നടത്തുന്ന വ്യക്തികൾക്ക് നമ്മൾ ഒരാളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ വെറുതെ കയറി ചെന്നതല്ല. അവരുടെ പരിപാടി കൊണ്ട് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതല്ല ഞാൻ. അവർ ക്ഷണിച്ചിട്ട് പോയതാ ഞാൻ. അവരെ എന്നെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായ കാര്യമാണ്. നമ്മളെ വിളിക്കുന്നത് എന്തിനാണ്? ഒരു സംഘടനക്കാരായാലും എന്തോ ഒരു പരിപാടിക്കാരായാലും നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ മാന്യമായിട്ട് അവർ നമ്മളെ സ്വീകരിക്കണം അല്ലേ? അല്ലാതെ എല്ലാം പറഞ്ഞു കേട്ട് നമ്മൾ ഇത് മൊബൈലിൽ ഇപ്പം ഇത് ഇട്ട് ചെന്നതല്ല. എന്നെ വന്ന് വിളിച്ചതാണ് അവരിവിടെ. എന്നിട്ട് അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ലേ അവർ ചെയ്തത്. ഞാനൊന്നും ഇടപെടില്ല. ഞാനിവിടെ വന്നിട്ട് അതിന്റെ മാഡത്തിനെ വിളിച്ചിട്ട് ഞാൻ നല്ല ചീത്ത പറഞ്ഞു. ഇനി മേലെ ഇങ്ങനത്തെ ഇടപാടിന് എന്നെ വിളിച്ചു പോരെന്ന് പറഞ്ഞു. നിങ്ങളുടെ ചോറ് തിന്നാനല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്താ ഭക്ഷണം കഴിക്കാതെ പോയെന്ന് അവരിങ്ങോട്ട് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാനല്ല വന്നത്, നമ്മളെ കൂട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിനെന്താ നമ്മൾ വരുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യേണ്ടത്? കാര്യം എന്താ ആയിക്കോട്ടെ. ഒരാളും എന്നോട് മിണ്ടുന്നുണ്ടേ, ഒരാളും എന്നോട് സംസാരിച്ചില്ല. അതുപോലെ എനിക്ക് അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കല്യാണത്തിന് വിളിച്ചു. കല്യാണത്തിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്നാണെന്നറിയാമോ? ഇങ്ങനെയാണ് ഈ വരണ്ടെന്ന്. അതായത് ഈ ഡ്രസ്സിലാണ് നടക്കുന്നത്. ഞാൻ 10 വയസ്സ് മുതൽ നമുക്ക് ഈ കേരളത്തിൽ എന്ന് ഡ്രസ്സ് ചെയ്യാൻ അനുവാദം കിട്ടി അന്ന് മുതലേ ഞാനിങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ പരിപാടി എന്തെങ്കിലും ഡാൻസ് പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോകാറുള്ളൂ. ഷർട്ടും മുണ്ടുമായിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തമിഴ്നാട്ടിലായിരുന്നത് ഡ്രസ്സ് തന്നെയായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് കേരളത്തിൽ സാരി ഉടുക്കാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ടായില്ലല്ലോ.
അത് കാരണം അനുവാദം കിട്ടിയ അന്ന് മുതലേ ഞാൻ ഡ്രസ്സ് ചെയ്ത് നടക്കുന്നത്. ഡ്രസ്സ് ചെയ്ത് നടക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ സംഘടനയിലുള്ള പരിപാടി ഉള്ളപ്പോഴൊക്കെ ഞാൻ മാത്രമാണ് അവിടെ ഡ്രസ്സ് ചെയ്ത് ചെല്ലാറുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ ഈ റൂട്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അന്ന് ഈ ഓഫീസിൽ വരുമ്പോൾ അവരൊന്നും ഡ്രസ്സ് ചെയ്യില്ലായിരുന്നു. ഒരു വീഡിയോക്കാർ വന്നാലും ഒരു പത്രക്കാർ വന്നാലും ഇവര് മാറി നിൽക്കും. അയ്യോ വീട്ടുകാരറിയും, നാട്ടുകാരറിയും, ചേട്ടനറിയും, അതറിയും എന്ന് പറയും. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരാണ് ഈ റോട്ടിൽ നേരെ സന്ധ്യ ആകുമ്പം നേരം വെളുക്കുന്നവരെയും ഡ്രസ്സും ചെയ്ത് പോയി നിൽക്കുന്നത്. അല്ല ഇവര് ഇപ്പൊ ഈ സെക്സ് വർക്കിന് പോകുന്നവര് ഒരുപക്ഷം പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ആരും ജോലി തരുന്നില്ല അതെന്ത് എന്നാണ് ഞാൻ കാരണം പറയുന്നത്. ആ കാരണം എല്ലാവരും പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് ഇവരിങ്ങനെ ആയിപ്പോയി എന്നുള്ളത് ജനങ്ങൾ ഞാൻ തന്നെ എന്താ അങ്ങനെ പറയാം, ഞാനിവിടെ ഒരു 3-4 പേരെ കൊണ്ട് നമ്മുടെ ജോലിക്ക് കയറ്റി. നമ്മുടെ ഞാൻ നിൽക്കുന്ന ഹോട്ടലിൽ. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തെ അവർക്ക് പ്രേമമായി, ഓട്ടമായി, ചാട്ടമായി. അതൊന്നും നമ്മൾ ഇതല്ല. നമുക്കതൊക്കെ നമ്മൾ രഹസ്യമായിട്ട് അത് ചെയ്യണം അതൊക്കെ. പരസ്യമായിട്ടല്ല. ഒരു ഹോട്ടലിൽ വന്ന് നമ്മൾ പണി ഞാനിവിടെ ജോലിക്ക് ചെയ്യുന്ന 14 കൊല്ലമായി. എന്നെപ്പറ്റി ഇന്ന് വരെയായിട്ട് ഒരു കംപ്ലയിന്റ് ഉണ്ടായിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെയാണ് ജോലി സാരി ചെയ്യുന്നത്. ഉടുത്താണോ അല്ല ചുരിദാറിട്ടാ പോകുന്നത്. ചുരിദാറിട്ടാ ഡ്രസ്സ് ചെയ്താ ഞാൻ പോകുന്നത്. എനിക്ക് അവിടുത്തെ മുതലാളിയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റുള്ള സാറുമാരോ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നിൽക്കണം. നമ്മൾ സെക്സ് ചെയ്യില്ല എന്നല്ല പറഞ്ഞത്. സെക്സ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരു മറവ് വേണം. ഇവിടെ വന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ചെക്കന്മാരായിട്ട് വൃത്തായി, ഓട്ടമായി, ചാട്ടമായി കഴിഞ്ഞപ്പോഴത്തെ അവിടുത്തെ സാറ് തന്നെ എന്നോട് പറഞ്ഞു, "ഇനി നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ വേണ്ട." അല്ലെങ്കിൽ ഞാനിവിടെ ജോലിക്ക് ആരെങ്കിലും ഇപ്പം ആളില്ലാതെ വന്നപ്പോൾ ഞാൻ വിളിച്ച് കയറ്റിയേനെ. പക്ഷെ ആ സാറ് എന്നോട് പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഒന്നാമത്തെ അവർ സമയത്ത് ഡ്യൂട്ടിക്ക് കയറണില്ല. ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സംഘടനയുണ്ട്, അതാണ്ട് ഇതാണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഒരുമാതിരി സംസാരിക്കുന്നു. നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എത്ര എത്ര ഇതായിട്ട് നടക്കണാലും നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ മാന്യമായിട്ട് തന്നെ വേണം ജോലി ചെയ്യാൻ. അതെ അതെ. അല്ലെങ്കിൽ ഞാൻ ഈ 14 കൊല്ലം ഞാനിവിടെ നിൽക്കുമോ? 14 കൊല്ലമായി ഞാനിവിടെ ജോലിക്ക് കയറിയിട്ട്. ഇന്ന് വരെ എന്നോടങ്ങ് മാറി നിൽക്കാൻ അവർ പറഞ്ഞിട്ടില്ല. ഞാൻ അവനവർക്ക് ഇട കൊടുത്തിട്ടുമില്ല. പക്ഷെ അവരെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യും. എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. അതെ. എന്നെ നിസ്സാര കാര്യത്തിൽ അത് പറഞ്ഞിട്ട് ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്ത ആളാ. എല്ലാവരെയും വിളിപ്പിച്ചു. മാന്യമായിട്ട് സംസാരിച്ചു. ഞാൻ രണ്ടാമത് കയറിയതാ ജോലിക്ക്. ഈ സെക്സ് വർക്ക് എന്ന് പറയണത് ആയിക്കോട്ടെ, അവർ ചെയ്തോട്ടെ, ചെയ്യണ്ടെന്നല്ല ഞാൻ പറയണത്. ഈ നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരല്ലേ ഇവരൊക്കെ? അതെ. ഈ നിൽക്കുന്ന പിള്ളേരൊക്കെ നല്ല വിദ്യാഭ്യാസവും 10, 20 വയസ്സും ഉള്ള പിള്ളേരാണ് നിൽക്കുന്നത്. അവരുടെ ഭാവി അവർ നോക്കണ്ടോ? ഞാൻ ഇപ്പോഴും പറയണത് ഈ ചോരത്തിളപ്പിന് ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. നാളെ ഒരു ദിവസം കിടപ്പിലായി അവരെന്ത് ചെയ്യും? അതിപ്പോ ഞാൻ ഇങ്ങനെ മാറിയത് കൊണ്ട് എനിക്ക് എവിടെയും ജോലി കിട്ടുന്നില്ല എന്നാണ് അത് ഇപ്പൊ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം ജോലി കിട്ടാത്തതുകൊണ്ട് പരിശ്രമം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എയർപോർട്ടിലേക്ക് ഇതിന് വേണ്ടിയിട്ട് വിട്ടിട്ട് ഇവരാരും പോകാൻ എന്താണ്? മെട്രോയിൽ ജോലിക്ക് കയറി. എന്താ എല്ലാവരും അവിടുന്ന് പോകുന്നത്? തുച്ഛമായ ശമ്പളമാണെന്ന് പറയണു. ശരിയാണ് തുച്ഛം. ഇപ്പോഴും ഞങ്ങളെ കൂട്ടമുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ ശമ്പളത്തിൽ. അവർ വാടകയ്ക്ക് ഇരിക്കുന്നവരാണ്. അവർ ഭക്ഷണം വെച്ച് കഴിക്കുന്നവരാണ്. അവരിപ്പോഴും ജോലിക്ക് എനിക്കത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നമ്മള് മെട്രോയിൽ ജോലിക്ക് വിളിച്ചത് എന്നാന്ന് പറഞ്ഞാൽ 15 രൂപയും താമസ സ്ഥലവും തരാമെന്ന് പറഞ്ഞിട്ടാണ് ട്രെയിനിങ് കഴിഞ്ഞ് ജോലിക്ക് വിളിച്ചത്. അവിടെ ചെന്നപ്പോൾ 9,500 ഉള്ളൂ. അത് നമുക്ക് പറ്റുമോ? നമുക്ക് ഇപ്പൊ ചുരുങ്ങിയത് ഒരു 10 രൂപ കൊടുക്കാതെ ഒരു വീടും കിട്ടില്ല വാടകയ്ക്ക്. കിട്ടുമോ? പിന്നെ നമ്മുടെ ഭക്ഷണം. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് തുണി കൊടുക്കണം, തുണി മേടിക്കണം, ഇത് മേടിക്കണം, ഇതൊക്കെ ചെയ്യണം. ഇതിനൊക്കെ ഈ 9,500 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചത്. ആ ജോലിക്കും വേണ്ടി ഞാൻ പോരാടിയിട്ട് ആ ജോലി മേടിച്ചത്. ഞങ്ങളെ 23 പേരെയാണ് അന്ന് ട്രെയിനിങ്ങിന് വിളിച്ചത്. അവർ 24 പേര്. അതിൽ 22 പേരെ അവർ ജോലിക്കെടുത്തു. ഞങ്ങളെ 2 പേര്, ഞാനും ഒരു ആതിര എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളാണ് അതിൽ പ്രായമുള്ള ആൾക്കാർ. ആതിരയ്ക്ക് പിന്നെ വിദ്യാഭ്യാസമുള്ളതാണ്. പിന്നെ നമുക്കത് വിദ്യാഭ്യാസമില്ല. ശരി. അത് കഴിഞ്ഞിട്ട് ഇവർ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോൾ എന്നെ ജോലിക്ക് എടുത്തില്ല. ഈ ഞങ്ങൾ 2 പേര് മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും ജോലിക്കെടുത്തു. ഞാനപ്പം തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാരണം അത് എന്താന്ന് അവർ പറയണ്ടേ? നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ പറഞ്ഞേക്കണല്ലേ, ഇന്റർവ്യൂവിന് ചെന്നപ്പോഴേ നമ്മൾ പറഞ്ഞേക്കണല്ലേ നമുക്ക് പഠിപ്പില്ല എന്നുള്ളത്. 1 മാസത്തോളം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവിടെ. അന്ന് നമ്മൾ പറഞ്ഞേക്കണല്ലേ ഇതൊക്കെ. എന്നിട്ടല്ലേ അവർ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് എന്നിട്ട് എന്നോട് ജോലിക്ക് കയറാൻ പറഞ്ഞു. അവർ ജോലി എവിടെയാന്ന് പറഞ്ഞത് ഞാൻ അമ്പലൂർ താമസിക്കുന്നത്. എനിക്ക് ആലുവ എങ്ങേയറ്റം തന്നത്. ആലുവയ്ക്ക് 2 ബസ് കയറി പോകണം. 8 മണിക്ക് നമ്മൾ എങ്ങനെ അവിടെ ഡ്യൂട്ടിക്ക് കയറും? അപ്പം അവരും നമ്മളെ വെച്ചെന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൂട്ടുള്ള ആൾക്കാരെ വിളിച്ച് പിറകെ കളിയാക്കിയ പോലെ രീതിയിലുള്ളതായിരുന്നു അവർ ചെയ്തത്.
അല്ലെങ്കിൽ അവർ 15 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്താൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യായിരുന്നു. അപ്പൊ അവരും നമ്മളെ പിന്തള്ളുകയാ ചെയ്തത്. ഉം. അപ്പൊ അതിൽ നിന്ന ആൾക്കാരൊക്കെ മിക്ക ആൾക്കാരും ഇപ്പൊ ഇപ്പൊ എത്ര നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് മേക്കപ്പിന് പോകുന്ന ആൾക്കാരില്ലേ, ഉം. ടിവിയിൽ വാർത്ത വായിക്കുന്നവരില്ലേ, ഉം. മോഡലിങ്ങിന് പോകുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ പിന്നെ എങ്ങനെ പോകുന്നത്? അവര് ട്രാൻസ്ജെൻഡർ അല്ലേ? അതെ. ഇവരൊക്കെ ചെയ്യുന്ന പിള്ളേരില്ലേ ഇപ്പോഴും? ഉണ്ട്, ഉണ്ട്. വാർത്ത വായിക്കുന്നില്ല ഒരുത്തി. മോഡലിങ്ങിന് പോകുന്ന എത്ര പിള്ളേർ മോഡലിങ്ങിന് പോകുന്നുണ്ട്, എത്ര പേര് മേക്കപ്പ് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ജീവിക്കാൻ നമ്മളൊരു തൊഴിൽ കണ്ടുപിടിക്കണം. ഇപ്പൊ വേണ്ട, എന്തെങ്കിലും സ്വയം തൊഴിൽ തുടങ്ങാനായിട്ടുള്ള പദ്ധതികളില്ലേ, ഉം. അതൊന്നും ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇവർക്ക് തൊഴിൽ കിട്ടാന്നിട്ടല്ല തൊഴിൽ ചെയ്യാന്ന് ചെയ്യില്ല അവര്. ഈ രാത്രി ഈ 8 മണി മുതൽ 12 മണി നേരം വെളുക്കുന്ന വരെ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 3000, 4000, 5000 ഉണ്ടായിക്കഴിഞ്ഞ് ഇവര് സുഖമായിട്ട് അതുകൊണ്ട് ജീവിക്കുന്നു. എന്നിട്ട് ഇവർക്ക് ജോലിയില്ല ജോലിയില്ല എന്ന് എന്തുകൊണ്ട് പറയണവര്? ഈ ജോലി ഇല്ലാത്തവർ, ഞാൻ ചോദിക്കണ 25,000, 30,000, 40,000 രൂപ കൊടുത്തിട്ട് വീട് വാടകയ്ക്ക് എടുത്തേക്കണത്. ഉം. എങ്ങനെ കൊടുക്കുമെന്ന് ഓർത്ത വീടെടുത്ത്? അല്ല, ഈ ചേരി ഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. ഉണ്ട്. തീരെ നിവൃത്തിയില്ലാത്തവർ അങ്ങനെ ഉണ്ട്, ഉണ്ട്. താമസിക്കുന്നുണ്ട്. നല്ല നല്ല ആൾക്കാർ 25, 30 രൂപയുടെ വീടെടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ചേരിയിൽ നമ്മൾ തീരെ കടത്തിണ്ണെ കിടക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അതെ. കടത്തിണ്ണെ കിടക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അവർക്കൊരു നിവൃത്തിയില്ല. അതൊന്നും അല്ല നമ്മുടെ. ഞാനിങ്ങനെ ആയിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇവരെ കൂട്ടുള്ള ജീവിതമല്ലായിരുന്നു ഞാൻ എൻ്റെ ജീവിതം. ഞാൻ സൈക്കിൾ എഞ്ചിനത്തിലായിരുന്നെങ്കിലും ഞാൻ സെക്സ് വർക്കായിട്ട് നിന്നിട്ടില്ല. അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ? അവസ്ഥയിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിട്ടാണെങ്കിൽ കല്യാണം കഴിക്കാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഉം. എൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കാന്നുള്ളതാണ് എനിക്ക് അങ്ങനെയുള്ളൊരു താല്പര്യമാണ്. അല്ലാതെ റോട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയി നിന്നാൽ, ഞാൻ വീടായിട്ട് ജീവിക്കുന്ന ആളാണ്. ഉം. ഇപ്പം എനിക്ക് ആരും ഇല്ലെങ്കിലും എൻ്റെ ചേട്ടന്മാരുണ്ടായിരുന്നു, അനിയന്മാരുണ്ടായിരുന്നു, അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ മാമന്മാരും അവരാരും അവരുണ്ട്. വരാത്തതാണോ അതോ അല്ല, അവരൊക്കെ മരണപ്പെട്ടു പോയതാണ്. മരണപ്പെട്ടു പോയോ? മരണപ്പെട്ടു പോയി. ഇനി എനിക്കൊരു ചേച്ചി മാത്രമേ ഉള്ളൂ. ആ ചേച്ചി ചേച്ചിയുടെ വേറെ കൂടെയാണ് ആരുണ്ടോ? ഇപ്പോഴും. ചേച്ചിയുടെ കൂടെയാണ് ഇപ്പോഴും ഞാൻ. ആ. ഞാൻ ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ വാടകയ്ക്ക് ഇരിക്കുന്നതാണ്. ആ. ഞാൻ രാവിലെ അങ്ങോട്ട് പോകും. നിങ്ങൾ വരുമെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ അങ്ങോട്ട് പോകാതിരുന്നത്. രാവിലെ പോയി ചേച്ചീനെ പോയിട്ട് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നിട്ട് പിന്നെ 2 മണിക്ക് ഞാനിവിടെ ജോലിക്ക് കയറുന്നത്. ഞാൻ പറയണത്, നമ്മൾ എങ്ങനെ ആയിക്കോട്ടെ, ഏത് രീതിയിലായിക്കോട്ടെ, നമ്മൾ അന്തസ്സായിട്ട് ഒരു പണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിലും നിന്ന് വർത്താനം പറയാം. ഒരു എന്തെങ്കിലും ഒരു തൊഴിൽ അവർ സെക്സ് വർക്ക് ചെയ്തോട്ടെ, ചെയ്യണ്ടെന്നല്ല ഞാൻ പറയണത്. നമുക്ക് പറയാനായിട്ട് ഒരു ഒരു ഇത് വേണം. ഉം. ഇപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞിരുന്ന എന്താ നിങ്ങൾ ചോദിക്കുക എന്നോട്, ജോലി എന്താ? ഞാൻ സെക്സ് വർക്കാന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് നമ്മൾ. അപ്പോൾ എന്താ ജോലി ചെയ്യണമെന്ന് ആ വീട്ടുകാർ ചോദിക്കുമ്പോൾ ഞാൻ സെക്സ് വർക്കിന് നിൽക്കണമെന്ന് പറയുമ്പോൾ ആ വീട്ടുകാർക്ക് എന്തായിരിക്കും നമ്മുടെ ഉള്ള ഇത്? ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ മാറണം. പിള്ളേരാണ്. ഞാൻ പറയണത് അവരുടെ ഭാവി അവർ നോക്കണം. അവരുടെ ഭാവി നോക്കണമെന്ന് ഞാൻ പറയണത്. ഇന്ന് നമുക്ക്, ഞാൻ പറയണത് ഇപ്പോഴും പറഞ്ഞാൽ അപ്പോഴും പറഞ്ഞാൽ, നമ്മുടെ ചോരത്തിളപ്പിന് നമ്മൾ എന്തും ചെയ്തെന്ന് വെച്ചാൽ അവരുടെ ഭാവി നോക്കണ്ടേ? ഉം.